അൽസലാം മോഹൻലാൽ നായകനായി എത്തുന്ന എമ്പുരാൻ തരംഗമായി മാറുകയാണ്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ബുക്ക് മൈ ഷോയിലും നമുക്ക് കാണാൻ കഴിയുന്നു. ചുവന്ന് തുടുത്തിരിക്കുന്ന ബുക്ക് മൈ ഷോയുമായി കുതിച്ചു പായുമ്പോൾ ഈ സിനിമയുടെ പ്രീ സെയിൽ ഇതിനോടകം തന്നെ റെക്കോർഡുകൾ തൂക്കി മുന്നോട്ട് കുതിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഇവിടെ ഇതുവരെയുള്ള റെക്കോർഡുകളെല്ലാം മാറ്റിമറിച്ച് തല്ലിപ്പൊളിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതെ, ലിയോ ഇട്ട റെക്കോർഡ് തോൽപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലിയോ ഇട്ട റെക്കോർഡ് ഒരു പക്ഷേ തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തോൽപ്പിക്കും എന്നുള്ള ലെവലിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് ഉച്ചവരെ ലഭിച്ച ആ ഒരു അപ്ഡേറ്റുകളിൽ 5,26,00,000 രൂപയോളമാണ് കേരള പ്രീസെയിൽ മാത്രമായിട്ട് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ലിയോയ്ക്ക് ഫസ്റ്റ് 24 അവേഴ്സിൽ വന്നിരുന്നത് 6 കോടിയോളം മാത്രമാണ്. അതായത് ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ ഒരു പക്ഷേ 8 കോടിക്കും അല്ലെങ്കിൽ 9 കോടിയായിരിക്കാം കേരള പ്രീസെയിൽ എന്നുള്ളത്. അപ്പോൾ ഒരു തൂഫാൻ പോലെ തന്നെയായിരിക്കും കാര്യങ്ങളൊക്കെ പോകാൻ പോകുന്നത്. ജിൽ ആയിട്ട് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. കേരളത്തിന് പുറത്തും ഒക്കെ ഗംഭീരമായിട്ടുള്ള ബുക്കിംഗാണ്. അതായത് പലയിടത്തും ബുക്കിംഗ് ഫുൾ ഫ്ലഡ്ജ് ആയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ഹൈദരാബാദിൽ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. അതേപോലെ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ റിലീസിന് മുമ്പ് തന്നെ 100 കോടി തൂക്കുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനോടകം തന്നെ 20 കോടിയും കടന്ന് 30 കോടിക്ക് സിനിമ എത്തുന്ന ഒരു കാര്യം വന്നിരിക്കുകയാണ്. എന്തായാലും ആ ഒരു ട്രെയിലർ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഒന്നൊന്നര ഇമ്പാക്റ്റ് എന്ന് പറയാം. മലയാളത്തിൽ അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന ഫീൽ ഇതെല്ലാവരിലും കോമൺ ആയിട്ട് കിട്ടിയ അഭിപ്രായം അത് തന്നെയാണ്. അത്രത്തോളം ഗംഭീരമാണ് ഈ പറഞ്ഞ പോലെ മോഹൻലാൽ അഭിനയിക്കുന്ന പൃഥ്വിരാജ് അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഈ ഒരു സിനിമ. അതായത് ഇതിൻ്റെ പ്രീസെയിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്രയായിരിക്കും എന്ന് നിങ്ങൾക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. തീർച്ചയായും കമൻസിലൂടെ നിങ്ങൾക്ക് ഒന്ന് കടന്നു വരാം. എന്തായാലും ഇങ്ങനെ ഒരു സിനിമ ഒരു രക്ഷയുമില്ലാത്ത മലയാള സിനിമ കൊതിച്ച നിമിഷങ്ങൾ എന്ന് തന്നെ പറയാം. തമിഴും തെലുങ്കും സിനിമകൾ ബുക്ക് മൈ ഷോയിൽ തരംഗമടിക്കുമ്പോൾ ഇവിടെ മലയാളത്തിലെ മോഹൻലാൽ ഉൾപ്പെടെയുള്ള നടന്മാരുടെ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു തിരക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 3-4 വർഷം എടുത്താൽ മോഹൻലാലിന് പോലും ഇമാതിരി ഒരു തിയേറ്റർ കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് കാണാൻ കഴിയുന്നത് അതൊരു റെക്കോർഡാണ്. ഹൗസ്ഫുൾ പെരുമഴയോടെ മോഹൻലാൽ. സബ്സ്ക്രൈബ് ചെയ്ത് തരിക.